ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇവാഞ്ചലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 136ാമത് എപ്പിസോഡാണ് ഇവിടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷ വളരെ സന്തോഷപ്രദമായും അനുഗ്രഹപ്രദമായും തുടരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിച്ചു. അനേക ആയിരങ്ങൾക്ക് ഈ ശുശ്രൂഷ പ്രയോജനമായിരിക്കാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും വളരെ പ്രാർത്ഥനയോടെ ദൈവ സന്നിധാനത്തിൽ ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷനും ലഘുസന്ദേശീയപ്പനായി എത്തേണ്ടിയിരുന്നത് കത്തുദാസൻ ജോൺ ജോസഫ് കോട്ടയം അവറുകളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇളയ പൈതലിന് ശാരീരികമായ ക്ഷമയില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതിനാൽ തനിക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. ആ പൈതലിന് വേണ്ടി സൗഖ്യത്തിനായി പ്രത്യേകം നമുക്കേവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ഗാനങ്ങൾ ആലോചിക്കുവാനായി എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധ ഗായകരായ സഹോദരൻ നവീൻ ജോസഫ് ചങ്ങനാശ്ശേരി അവറുകളും മെനറ്റ് ജോൺ കൊട്ടാരക്കര അവറുകളുമാണ്. നവീൻ ജോസഫ് സഹോദരൻ കതിർവേലയ്ക്കായി വേർതിരിയപ്പെട്ട ഒരു ആളും ദൈവവചനം പഠിച്ച് ശുശ്രൂഷകളിൽ തുടരുന്ന ഒരു ആളുമാണ്. ഈ യുവ സഹോദരനെ പരിചയപ്പെടുന്നതിൽ കർത്താവിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രസിദ്ധ ഗായകനായ ചങ്ങനാശ്ശേരി ഔസേപ്പച്ചൻ്റെ മകനും കൂടിയാണ് തന്നെ ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ കൂടി അനുഗ്രഹപ്പെട്ടതായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. പ്രിയ സഹോദരനെ കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകമായ സാഹചര്യത്തിൽ ഗാന ശുശ്രൂഷയ്ക്കായി എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ സഹോദരനും കതിർവേലയിൽ ആയിരിക്കുകയും ഒപ്പം കീബോർഡിസ്റ്റും ഗായകനുമൊക്കെയായ ഞങ്ങളുടെ സഹോദരൻ മെനറ്റ് ജോൺ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവരിൽ കൂടിയും മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. പ്രിയ സഹോദരനെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് എല്ലാ ആഴ്ചയിലും പോലെ തന്നെ ഞങ്ങളുടെ പ്രിയ മകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗാനങ്ങളും സന്ദേശങ്ങളും ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാരംഭമായി സഹോദരൻ ബെന്നിറ്റ് ജോൺ വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരനെ അനുഷ്ഠിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. വിശേഷാൽ ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ ഗാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുവാൻ ദൈവം ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ 136ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ വൃത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷകൾ അനേകരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുടെ ദാസനിലൂടെ ചെയ്യുന്ന എല്ലാ നല്ല കൃപകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ലഘു സന്ദേശവും ഗാനങ്ങൾക്ക് നരേഷനും ഒക്കെ ചെയ്യുമ്പോൾ ആ വാചകങ്ങൾ ഓരോന്നും കേൾവിക്കാരിലേക്ക് കർത്താവെ ആശ്വാസവും വിടുതലുമൊക്കെ ആയി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ വിശേഷാൽ കൃപയാൽ ഇവിടെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ വന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ, പ്രിയ സഹോദരൻ, പ്രിയ നവീൻ ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനെ നീ ഇവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങൾ ആലപിക്കുവാൻ, ആ ഗാനങ്ങൾ കർത്താവെ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശുശ്രൂഷകളൊക്കെ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഈ ഗാനങ്ങൾക്ക് പശ്ചാത്തലം ഒരുക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരനായി സ്തോത്രം. പ്രിയപ്പെട്ടവനെ നീ ഇവിടുന്ന് സഹായിക്കണം. തൻ്റെ കഴിവുകൾ കർത്താവെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഉപയോഗിക്കുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ അങ്കിളിനായി സ്തോത്രം. ഞങ്ങളുടെ മകനെ നീ അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ മേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗാന ശുശ്രൂഷ ഈ എപ്പിസോഡ്
ശ്രവിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. അനേകരിലേക്ക് കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത സുവിശേഷം എത്തുവാൻ ഇതൊരു മുഖാന്തരമായി തീരുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, പിതാവേ, കേട്ട് ഉത്തരം നൽകണമേ. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം. ഗാനങ്ങൾ എക്കാലവും മനുഷ്യ മനസ്സുകളെ സ്വാന്തനിപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ഹൃദയങ്ങൾക്ക് സന്തോഷം പകർന്നുമായ ഒന്നാണ്. ക്രിസ്തീയ രംഗത്തും ഗാനങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ട്. ഭാരത്തിലും വിഷമത്തിലും ഇരിക്കുന്ന ഒരുവന് ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ അവന് ഹൃദയം തണുക്കുകയും അവൻ ആശ്വാസം പ്രാപിച്ച് ദൈവത്തെങ്കിലേക്ക് അവൻ്റെ കണ്ണുകളെ ഉയർത്തുവാൻ ഇടയായിത്തീരും. പ്രശ്നസങ്കീർണമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുവന് ഗാനങ്ങൾ ഒരു ആശ്വാസമായിട്ടിരിക്കുന്നു. ബൈബിളിലെ ദൈവവചന ഭാഗങ്ങളെ ഓർപ്പിക്കുകയും ആശ്വാസം പകരുന്ന വാക്കുകളിലൂടെയുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ അത് വലിയ ബലം നൽകുന്നതാണ്. മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന് മാറ്റുവാൻ ഗാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ചയിലെ ഈ ദിവസത്തെ ഗാനങ്ങളും നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം അശക്തരായി തീരുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ബലവാനായ ആളിൻ്റെ സഹായം പ്രതീക്ഷിക്കുന്നു. നാം സാമ്പത്തികമായ ഞെരുക്കത്തിലും കടഭാരത്തിലും ഇരിക്കുമ്പോൾ, മറ്റു വഴികളെല്ലാം അടയുമ്പോൾ സമ്പത്തുള്ള ഒരാളിൽ നിന്നൊരു സഹായം അഭ്യർത്ഥിച്ച് കൊള്ളാം എന്ന് നാം ആഗ്രഹിക്കുന്നു. അതൊരു ആശ്രയമാണ്. രോഗിയായ ഒരുവൻ രോഗത്തിൻ്റെ കാഠിന്യം അനുഭവിക്കുമ്പോൾ അവന് സൗഖ്യം ലഭിക്കാനായി ഒരു ഡോക്ടറിൽ ആശ്രയിക്കുന്നു. ഒരുപക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭാഗ്യമായ സമാധാനം, പരിഹാരം ഉണ്ടായി എന്ന് വരാമെങ്കിലും ഏറ്റവും വലിയ ആശ്രയസ്ഥാനം എന്ന് പറയുന്നത് ദൈവസന്നിധി ഒന്ന് മാത്രമാണ്. ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന ഒരുവന് അവൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പൂർണ്ണമായ പരിഹാരം ലഭിക്കും. അവൻ വളരെ സന്തോഷപ്രദമായി തീരും. ആ ആശ്വാസം പ്രാപിക്കുന്ന ദൈവമായ കർത്താവിലേക്ക് നമുക്ക് ഈ രാത്രിയിൽ ആശ്രയിക്കാം. ഈ ആശയം വരുന്നതായ ഒരു മനോഹര ഗാനം, എന്നെ യേശുവല്ലാതിൽ എനിക്കൊരാശ്രയം എന്നാരംഭിക്കുന്ന ഗാനം സഹോദരൻ നവീൻ ആലപിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കാം. ഓരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്ക് വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനെൻ പ്രിയൻ എന്റെ രക്ഷകായ
നിരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകായ ദൈവമേ നീ അല്ലാതില്ലാരും യേശു മാത്രം മതി എനിക്കേതു നിരത്തും. രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ലെൻ രോഗശാന്തിക്കായി നിൻ മാർവിടം എൻ ആശ്രയം എന്നേശു കർത്താവേ എൻ രക്ഷകായ എൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നിരത്തും. നാം ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുന്നത് നമുക്ക് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. അവർ ദൂരെ എവിടെയെങ്കിലും പോയാൽ മടങ്ങി വരും വരെ അവരെ കാണുവാനുള്ള വലിയ ആശയോടെ നാം കാത്തിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദൂര സ്ഥലത്ത് പോയാൽ അവരെ കാണുവാനുള്ള ഒരു വെമ്പൽ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തിലെ ആശ മറ്റൊന്നുമല്ല, അവനെ രക്ഷിച്ചവനും അവനെ വീണ്ടെടുത്തനുമായ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കാണുക എന്നുള്ളത് മാത്രമാണ്. ആ വലിയ ആശയിലാണ് അവൻ ജീവിക്കുന്നത്. ആ ആശയുടെ തീരത്തായിരിക്കുമ്പോൾ വിവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിന് മധ്യത്തിലുണ്ടായാലും അവൻ്റെ ആശ കൈവിടിയാതെ അവൻ പ്രതീക്ഷയോടെ ആ കർത്താവിൻ്റെ മുഖത്തെ കാണുവാൻ ആശയോടെ കാത്തിരിക്കുന്ന പോലെ നമുക്കും നമ്മുടെ കർത്താവിനെ കാണാൻ ആശയോടെ കാത്തിരിക്കാം. ഈ ആശയം വരുന്നതായ ഒരു മനോഹരമായ ഗാനം എന്നാത്മകാന്തനേശ്വനാഥൻ്റെ മുഖം എന്ന ആരംഭിക്കുന്നതായ ഗാനം സഹോദരൻ ബെനറ്റ് ജോൺ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. Praise the Lord.
എന്നാത്മകാന്തനേശുനാഥൻ്റെ മുറിവേറ്റ മുഖം മുത്താനാശിക്കുന്നു. എന്നാത്മകാന്തനേശുനാഥൻ്റെ മുറിവേറ്റ മുഖം മുത്താനാശിക്കുന്നു. എന്നാശയില്ല എന്നേശു മാത്രം അപ്പൊന്മുഖം ഞാൻ എത്തിയിടണം. എന്നാശയില്ല എന്നേശു മാത്രം അപ്പൊന്മുഖം ഞാൻ എത്തിയിടണം. എന്നാത്മകാന്തനേശുനാഥൻ്റെ മുറിവേറ്റ മുഖം മുത്താനാശിക്കുന്നു. എന്നാത്മകാന്തനേശുനാഥൻ്റെ മുറിവേറ്റ മുഖം മുത്താനാശിക്കുന്നു. പരമവിളിയില്ലാക്കിലേക്ക് ഞാൻ എൻ വിരുദിനായോടിയിടുന്നു. എൻ പരമവിളിയില്ലാക്കിലേക്ക് ഞാൻ എൻ വിരുദിനായോടിയിടുന്നു. ഓടിടുന്നു ഞാൻ ഓടിടുന്നു എൻ രക്ഷകനായി ഓടിടുന്നു. ഓടിടുന്നു ഞാൻ ഓടിടുന്നു എൻ രക്ഷകനായി ഓടിടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകത്തിൻ്റെ ലാഭങ്ങളെല്ലാം ഞാൻ നഷ്ടമെന്ന് എണ്ണിയിടുന്നു. ഈ ലോകത്തിൻ്റെ ലാഭങ്ങളെല്ലാം ഞാൻ നഷ്ടമെന്ന് എണ്ണിയിടുന്നു. യേശു രാജാവിൻ രാജ്യത്തിനാ മാറവേ ഞാൻ ഓടിടുന്നു. യേശു രാജാവിൻ രാജ്യത്തിനാ പിന്മാറാതെ ഞാൻ ഓടിടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നാത്മകാന്തനേശുനാഥൻ്റെ മുറിവേറ്റ മുഖം മുത്താനാശിക്കുന്നു. എന്നാത്മകാന്തനേശുനാഥൻ്റെ മുറിവേറ്റ മുഖം മുത്താനാശിക്കുന്നു. എന്നാശയെല്ലാം എന്നേശു മാത്രം അപ്പൊന്മുഖം ഞാൻ മുത്തിയിടണം. എന്നാശയെല്ലാം എന്നേശു മാത്രം അപ്പൊന്മുഖം ഞാൻ മുത്തിയിടണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ബൈബിളിൽ ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞ ഒരു സംഭവമാണിത്. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകൻ അപ്പൻ്റെ കയ്യിൽ നിന്നും സമ്പാദ്യമെല്ലാം വാങ്ങി താൻ ദേശം വിട്ടു പോവുകയുണ്ടായി. അവൻ്റെ യാത്രയിൽ അവരുടെ കൂടെ ധാരാളം കൂട്ടുകാർ ഉണ്ടായിരുന്നു. അവൻ്റെ അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും എല്ലാം വലിയവരാണ് എന്ന് കരുതി ഈ കൂട്ടുകാരെയും കൊണ്ട് അവൻ യാത്ര തിരിച്ചു. അവൻ്റെ യാത്രാവേളയിൽ അവനുണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം അവൻ്റെ കൂട്ടുകാരോടൊപ്പം ദൂർത്തടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അവൻ്റെ കയ്യിലെ അവസാനത്തെ ചില്ലിക്കാശും തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാർ ഒന്നൊന്നായി വിട്ട് മാറിപ്പോയി. ഒടുവിൽ അവൻ തനിച്ചായി തീർന്നു. അവൻ ഏകനായി തീർന്നു. അവൻ്റെ കയ്യിൽ പണമില്ല, അവന് ജോലിയില്ല, വരുമാനമില്ല. ഇനി പിതാവിൻ്റെ ഭവനത്തിൽ ചെല്ലുവാൻ കഴിയാതെ വന്നപ്പോൾ അവൻ വളരെ ഭാരപ്പെട്ടു. അവൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാവരും തന്നെ മറന്നിരുന്നു. താൻ ജോലിക്ക് വേണ്ടി പലയിടത്തും പോയി കിട്ടിയില്ല. ഒടുവിൽ അവന് പന്നികളെ തീറ്റുന്ന ഒരു ജോലി മാത്രമാണ് ലഭിച്ചത്. അവിടെ ഇരുന്നപ്പോഴാണ് അവൻ ചിന്തിച്ചത്, അവൻ്റെ അപ്പനെയും അമ്മയെയും മറന്ന് യാത്ര ചെയ്തവനാണ്. ലോകപരമായ കൂട്ടുകാർ പലരും അവനുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം തന്നെ കൈവിട്ടിരിക്കുന്നു, മറന്നു കളഞ്ഞിരിക്കുന്നു. അത് അവനെ വലിയ സങ്കടത്തിലാക്കി, അവനെ വലിയ വേദനയുളവാക്കി. അവൻ്റെ പണം മാത്രമാണ് അവർ കണ്ടിരുന്നത്. അവൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുവാൻ തുടങ്ങി. അവൻ്റെ ഹൃദയം ഭാരപ്പെടാൻ തുടങ്ങി. എന്താണ് വഴി? ഒടുവിൽ അവനൊരു കാര്യം ബോധ്യപ്പെട്ടു. ആരെല്ലാം മറന്നാലും, കൂട്ടുകാർ മറന്നാലും, സ്വന്തക്കാർ മറന്നാലും, ബന്ധുക്കൾ മറന്നാലും, നാട്ടുകാർ മറന്നാലും, ആരൊക്കെ മറന്നു കളയട്ടെ, എന്നാൽ എന്നെ മറക്കാത്ത ഒരു പിതാവ് എനിക്കുണ്ട്. ഞാൻ ആ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ പിതാവിൻ്റെ കാൽക്കൽ വീഴും എന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി ആ പിതാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനെ ആ പിതാവ് സ്നേഹത്തോടെ ചേർത്തുകൊണ്ടു. ഈ ലോകത്തിലെ എല്ലാവരും നമ്മെ മറന്നു കളഞ്ഞാലും നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. അത് ദൈവമാണ്. ആ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നവനെ എല്ലാ അവൻ്റെ ദുഃഖങ്ങളെയും ഭാരങ്ങളെയും മറന്നിട്ട് അവൻ്റെ കരം പിടിച്ച് അവനെ വീണ്ടും സ്വീകരിക്കുന്ന നല്ല സ്നേഹവാനായ പിതാവുണ്ട്. ആ പിതാവിനെ ഓർപ്പിക്കുന്ന ഒരു മനോഹരമായ ഗാനം, ആരെല്ലാം മറന്നാലും എന്നാരംഭിക്കുന്ന ഗാനം സഹോദരൻ നവീൻ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും സ്നേഹിതനേശു. നീ നല്ല സ്നേഹത്തെ തള്ളിക്കളയരുതേ. നടത്തിയ വിധങ്ങൾ മറന്നിടല്ലേ. ചിരിതൂകും ഓമനിക്കും ഉള്ളം കൈ കരുതിയിടും. ചിരിതൂകും ഓമനിക്കും ഉള്ളം കൈ കരുതിയിടും. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു.
ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. തകരാറിൽ ആകുലം വേണ്ട, നാളെയോർ തകരാറിൽ ആകുലം വേണ്ട. കരുതുമെന്നുര ചെയ്തോൻ കരുതിക്കൊള്ളും, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ചിരിച്ചാലും ഉള്ളിൽ വിരുമ്പും നിന്റെ എത്ര നല്ല നാഥനവൻ. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ഈ നല്ല സ്നേഹത്തെ തള്ളിക്കളയരുതേ, നടത്തിയ വിധങ്ങൾ മറന്നിടല്ലേ. ചിരിതൂകും ഓമനിക്കും ഉള്ളം കൈ കരുതിയിടും. ചിരിതൂകും ഓമനിക്കും ഉള്ളം കൈ കരുതിയിടും. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി. തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹിമയുള്ള ഒന്നായിരുന്നല്ലോ മനുഷ്യൻ എന്നുള്ളത്. മറ്റ് സൃഷ്ടികളെക്കാൾ ഉപരിയായി മനുഷ്യനെ ദൈവം ശ്രേഷ്ഠവും മാന്യവുമായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ച് ദൈവത്തിലുള്ള ശ്വാസം അവനിലേക്ക് പകർന്ന് അവനെ ജീവനുള്ള ദേഹിയാക്കി ഈ ലോകത്തിൽ ദൈവേഷ്ടം ജീവനാക്കിയെങ്കിലും ദൈവത്തിന് കാണാൻ കഴിഞ്ഞത് മനസ്സ് വേദനിപ്പിക്കുന്ന ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു. അത് യെശയ്യാവിൻ്റെ ദർശനത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ആ ദർശനത്തിൽ ഇങ്ങനെയാണ് ദൈവം യെശയ്യാവിനോട് പറഞ്ഞത്, നീ ഇങ്ങനെ പറയുക, പാപമുള്ള ജാതിയായി മനുഷ്യൻ ജീവിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നുണ്ട്. കേവലം മൃഗങ്ങളായ കാളയും കഴുതയും അവ തൻ്റെ യജമാനെയും തൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അറിയുന്നില്ല. അവൻ പാപമുള്ളവനായി, അകൃത്യഭാരം ചുമക്കുന്നവനായി, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതിയായി, വഷളായി നടക്കുന്ന മക്കളായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വേദനയോടെ പറഞ്ഞിട്ട് പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ദൈവത്തിനൊരു കാര്യം അറിയാം, തൻ്റെ സൃഷ്ടിയിൽ ആകാശവും ഭൂമിയും സംസാരിക്കുന്നതല്ലെങ്കിലും കേൾക്കുവാൻ ചെവിയില്ലാത്തതാണെങ്കിലും ദൈവം പറഞ്ഞാൽ ആകാശം അനുസരിക്കും, ഭൂമി അനുസരിക്കും. അത് ദൈവത്തിനറിയാം. എന്നാൽ ദൈവത്തെ അനുസരിക്കേണ്ട മനുഷ്യൻ തെറ്റിപ്പോയിരിക്കുന്നു. സ്നേഹിത, നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ വാക്ക് കേൾക്കുവാൻ നീ തയ്യാറാകണം. അവൻ നിന്നോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവത്തെ മറന്നു കളയാതെ ദൈവത്തെങ്കിലും മടങ്ങി വരുവാൻ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ ആശയങ്ങളൊക്കെ വരുന്നതായ ഒരു ഗാനം, ആകാശമേ കേൾക്ക എന്നാരംഭിക്കുന്ന ഗാനം സഹോദരൻ ബെനറ്റ് ജോൺ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം.
വഷളായി നടക്കുന്നവർ
മത്സരിക്കുന്നു. ആകാശത്തിൻ പെരിഞ്ഞാറയും കൊക്കുംനീവൽ പക്ഷിയും അവ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശത്തിൻ പെരിഞ്ഞാറയും കൊക്കുംനീവൽ പക്ഷിയും അവ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. ദൈവം സ്നേഹവാനാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവിനെക്കുറിച്ച് ലോകത്തിൽ താരതമ്യം ചെയ്യുവാനായി മറ്റൊന്നുമില്ല. ദൈവജനത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു താരതമ്യം, അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവം തൻ്റെ മക്കളോട് കരുണ കാണിക്കുന്നതാണ്. ഒരു അപ്പന് മക്കളോടുള്ള കരുണ, സ്നേഹം, അത് മനുഷ്യരുടെ മാമനികൾ കൊണ്ട് അളക്കുവാൻ കഴിയുന്നതല്ല. അതിൻ്റെ ആഴം ആർക്കും അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. അത്രമാത്രം ആഴമായതാണ്, അഗാധമായതാണ് മക്കളോടുള്ള പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം പിതാവായിരിക്കുകയും നാം അവൻ്റെ മക്കളായിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ സ്നേഹം നമ്മളോട് ഇത്രമാത്രം ഉണ്ടെന്ന് നാം അറിയേണ്ടതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ സ്നേഹം മനസ്സിലാക്കാതെ ദൈവസ്നേഹത്തിൽ നിന്ന് ദൂരേക്ക് മാറി മാറി പോകുന്നവരാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, അളവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവസ്നേഹത്തിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയും ആർക്കും വർണ്ണിക്കാൻ കഴിയുന്നതാണ്, അവർണ്ണനീയമാണ്. അങ്ങനെ തന്നെയാണ് പാട്ടുകാരനും പാടുന്നത്: നിൻ സ്നേഹം എത്രയോ അവർണ്ണനീയം. അതുകൊണ്ട് ഈ ആശയം വിടുന്നതായ ഒരു മനോഹര ഗാനം സഹോദരൻ നവീൻ ആലപിക്കുന്നു: നിൻ സ്നേഹം എത്രയോ അവർണ്ണനീയം.
പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലിൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലിൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യം നീ മാത്രമല്ലോ, നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം, അറിവിനാലളക്കുവാൻ അത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ, അത്ഭുതമാ സ്നേഹം നിന്ദാനം, അത്ഭുതമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യം നീ മാത്രമല്ലോ, നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു, പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യം നീ മാത്രമല്ലോ, നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ
അവർണ്ണനീയം, നിർവ്യാസ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. പണ്ട് കാലങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് വലിയ ധനവാന്മാർക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഒക്കെ ആയിരുന്നു. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇടത്തരക്കാർക്കൊന്നും അക്കൗണ്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി മാറി. അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ പോലും ഇല്ലാത്ത കാലത്തേക്ക് വന്നിരിക്കുന്നു. എന്തിനേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അക്കൗണ്ട് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്തിനാണ് അക്കൗണ്ട്? നിക്ഷേപം സ്വരൂപിക്കുവാനും ആ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുവാനും വേണ്ടിയാണ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. എന്നാൽ നമ്മൾ പത്രങ്ങളിൽ കേൾക്കുന്ന പോലെ പലപ്പോഴും പലരുടെയും അക്കൗണ്ടുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, പണം നഷ്ടപ്പെട്ടു പോകുന്നു, ബാങ്കുകൾ പൊട്ടിപ്പോകുന്നു, ലക്ഷക്കണക്കിന് രൂപകൾ നഷ്ടപ്പെട്ടു പോകുന്ന കരയുന്ന ആളുകളെ കാണാൻ കഴിയും. ഈ ലോകത്തിലെ നിക്ഷേപങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, ഒരു സുരക്ഷിതത്വവും ഇല്ലാത്തതാണ്. നമ്മുടെ കർത്താവ് പറയുണ്ടായി, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്ന അക്കൗണ്ടുകൾ ബാങ്കുകളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിങ്ങൾ സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ എന്നേക്കുമുള്ള സ്ഥലത്തേക്ക് അവിടെ നിക്ഷേപിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. അവിടെയുള്ള നിക്ഷേപത്തിനൊരു കുറവുണ്ടാകുകയില്ല, നഷ്ടപ്പെടത്തില്ല, അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും, അത് നമുക്ക് തിരികെ ലഭിക്കുന്നതാണ്. അവിടെ ഒരു കുറവുണ്ടാകുകയില്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. 40 ആണ്ട് അവർ മരുഭൂമിവാസം കഴിച്ചു. അന്ന് അവർക്ക് ദൈവം കൊടുത്ത ഒരു വലിയ കാര്യമാണ് മന്നയും കാടപ്പക്ഷിയുമൊക്കെ. അത് 40 ആണ്ട് നിന്നപ്പോഴും എല്ലാ ദിവസം തോറും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. ആ മന്നയ്ക്ക് ഒരു കുറവ് സംഭവിച്ചില്ല. സ്വർഗത്തിൽ എല്ലാമുണ്ട്, നമുക്ക് ആവശ്യമായതെല്ലാമുണ്ട്. ഒരു കുറവും വരാതെ ദൈവത്തിൽ നിക്ഷേപിച്ചാൽ, സുഖത്തിൽ നിക്ഷേപിച്ചാൽ നമുക്കത് ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കും. ആ ഭണ്ഡാരമാണ് ഏറ്റവും വലിയ ഭണ്ഡാരം. ആ ഭണ്ഡാരമാണ്, നിക്ഷേപമാണ് ഏറ്റവും ഉറപ്പേറിയ നിക്ഷേപ സ്ഥലം. അതുകൊണ്ട് സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വയ്ക്കത്തക്കവണ്ണം നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തിലൂടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആ ആശയങ്ങൾക്ക് വരുന്നതായ മനോഹരമായ ഗാനം സ്വർഗീയ ഭണ്ഡാരം എത്രയോ ശ്രേഷ്ഠം എന്നാരംഭിക്കുന്ന ഗാനം ബെനറ്റ് ജോൻ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം, ദിനവും അതു നിറയും. സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം, ദിനവും അതു നിറയും. ദാനങ്ങളുലകിൽ ഏറെ കൊടുക്കിലും ശൂന്യമായി തീരുകില്ല. ദാനങ്ങളുലകിൽ ഏറെ കൊടുക്കിലും ശൂന്യമായി തീരുകില്ല. സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം, ദിനവും അതു നിറയും. സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം, ദിനവും അതു നിറയും.
സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം ദിനവും അതു നിറയും താരങ്ങളുലകിൽ കൊടുക്കിലും ശൂന്യമതീരുകില്ല താരങ്ങളുലകിൽ കൊടുക്കിലും ശൂന്യമതീരുകില്ല സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം ദിനവും അതു നിറയും ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം ദിനവും അതു നിറയും സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം ദിനവും അതു നിറയും ദാനങ്ങളുലകിൽ കൊടുക്കിലും ശൂന്യമതീരുകില്ല ദാനങ്ങളുലകിൽ കൊടുക്കിലും ശൂന്യമതീരുകില്ല ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം ദിനവും അതു നിറയും സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം ദിനവും അതു നിറയും ദാനങ്ങളുലകിൽ കൊടുക്കിലും ശൂന്യമതീരുകില്ല ദാനങ്ങളുലകിൽ കൊടുക്കിലും ശൂന്യമതീരുകില്ല സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം ദിനവും അതു നിറയും സ്വർഗീയ ഭണ്ഡാരമെത്രയോ ശ്രേഷ്ഠം ദിനവും അതു നിറയും കാലത്തിൻ്റെ മധ്യത്തിൽ കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശിനെ സംബന്ധിച്ച് നാം ബൈബിളിൽ വായിക്കുന്നു. അതൊരു പ്രധാന സംഭവമായിരുന്നു. 3 കുരിശുകൾ ഒരുമിച്ച് ഉയർത്തപ്പെടുന്നു. ചരിത്രത്തിൽ ആദ്യമായും
അവസാനമായി നടന്ന ഒരു സംഭവം. ഇരുവശത്തും രണ്ട് കള്ളന്മാരാൽ ക്രൂശിക്കപ്പെട്ടും നടുവിൽ വ്യത്യസ്തനായ ദൈവപുത്രനായ യേശുവിനെയും ക്രൂശിച്ചു. ആ ക്രൂശിനെ നോക്കി ആളുകൾ വിലപിക്കുന്നു. സുവിശേഷന്മാർ പറയുന്നത് അവനെ കണ്ടവർ സഹതപിച്ചും മാറത്തടിച്ചും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച. അന്ന് നടന്ന വേറൊരു സംഭവമുണ്ട്. യേശുവിനെ ക്രൂശിച്ച ആ ദിവസത്തിന് തൊട്ടു മുമ്പ് കൊലപാതകനായ ഒരു മനുഷ്യനെ വെറുതെ വിടുകയുണ്ടായി, ബറബാസ്. ഞാനിങ്ങനെ വിചാരിക്കുന്നു, ആ ബറബാസം കണ്ടു കാണും ഈ യേശുവിൻ്റെ ക്രൂശ്. അതിൽ നോക്കിയ ആളുകളൊക്കെ നിലവിളിക്കുകയാണ്, വേദനപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, അവർ നിലവിളിക്കാൻ കാരണം ലോകത്തിൽ നന്മ ചെയ്തവൻ, രോഗികളെ സൗഖ്യമാക്കിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, വിശന്നവർക്ക് ആഹാരം കൊടുത്തവൻ, എല്ലാവരെയും സ്നേഹിച്ചവൻ, പാവിയെ സ്നേഹിച്ച് അവരോട് പാർത്തവൻ, അങ്ങനെയുള്ളവനായ യേശുക്രിസ്തു ഒരു തെറ്റും ചെയ്യാത്തവനായിരുന്നിട്ടും എല്ലാവരാലും തള്ളപ്പെട്ട് അവൻ ഒരു പാപിയെപ്പോലെ ക്രൂശിതനായി കിടക്കുന്ന കാഴ്ച. അത് എത്രയോ സങ്കടകരമായ കാര്യമാണ്. എന്നാൽ ഒരു കാര്യം അവിടെ സാധിക്കുകയായിരുന്നു, അവൻ രക്ഷിതാവായി തീരുകയായിരുന്നു. പാപിയായ മനുഷ്യന് പാപത്തിൽ വിടുവിച്ച് അവൻ്റെ പാപത്തിൻ്റെ വില സമ്പൂർണ്ണമായും നൽകി അവൻ ന്യായവിധി പൂർണ്ണമായിട്ടും മാറ്റി അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു പുതിയ വഴി അവൻ്റെ ശരീരം കീറപ്പെട്ട് അവൻ ഒരു പുതിയ വഴി തുറക്കുകയായിരുന്നു. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഞാൻ വഴിയാകുന്നു, ഞാൻ നല്ല ഇടനാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ തൻ്റെ ശരീരം പിളർക്കപ്പെട്ട് കീറിമുറിക്കപ്പെട്ട് പുതിയ വഴി തുറന്ന് അവൻ മാനവജാതിക്ക് സ്വർഗപ്രവേശനം നൽകി. അവങ്കിൽ ആശ്രയിക്കുന്നവന് ഇന്ന് വിടുതലുണ്ട്. നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കാം. നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ച രക്ഷിതാവായ യേശുവിനെ കാണാം. കാൽവരിയിൽ ആ രക്ഷനെ കാണാം. അവനെ കണ്ടാൽ അവനെ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾ അവനോട് ഏറ്റുപറഞ്ഞ് അവൻ രക്ഷിതാവായി സ്വീകരിച്ചാൽ, കർത്താവ് കള്ളനോട് പറഞ്ഞതുപോലെ, നീ ഇന്ന് എന്നോടൊപ്പം പ്രതിസ്ഥിരിക്കുമെന്ന് പറഞ്ഞതുപോലെ യേശുവിനെ സ്വീകരിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ രക്ഷയും ഭദ്രമായി തീരും. നിത്യജീവൻ നമുക്ക് നൽകും. ഈ കർത്താവിനെ നമുക്ക് വണങ്ങാം. ഈ ആശയങ്ങൾക്ക് വരുന്ന ഒരു മനോഹര ഗാനം രചയിതാവ് ഇങ്ങനെയാണ് എഴുതുന്നത്: കണ്ടു ഞാൻ കാൽവരിയിൽ എൻ്റെ രക്ഷകനെ എന്നാരംഭിക്കുന്ന ഗാനം നവീൻ ജോസഫ് നമുക്കായി ആലപിക്കുന്നു.
സ്വർഗവാതിൽ തുറന്നു തന്നു, ദൈവസ്നേഹം പകർന്നു തന്നു. സ്വർഗവാതിൽ തുറന്നു തന്നു, നിത്യജീവൻ നൽകിടാനായി പുത്രനെ തകർത്തു ക്രൂശിൽ. നിത്യജീവൻ നൽകിടാനായി പുത്രനെ തകർത്തു ക്രൂശിൽ. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നേശുരക്ഷകനെ, എൻ്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനെ. നിനക്കായി ഞാൻ എന്തു നൽകും, എനിക്കായി തകർന്ന നാഥാ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. നിനക്കായി ഞാൻ എന്തു നൽകും, എനിക്കായി തകർന്ന നാഥാ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നേശുരക്ഷകനെ, എൻ്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനെ. ബൈബിളിൽ രണ്ട് വ്യക്തികളെക്കുറിച്ച് വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ആ സംഭവം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് രണ്ട് വീട് പണിക്കാരെ കുറിച്ചാണ് പറയുന്നത്. രണ്ടുപേരും വളരെ കണക്കുകൂട്ടലുകൾ നടത്തി കൃത്യമായ സ്കെച്ചൊക്കെ ഉണ്ടാക്കി അതിന് വേണ്ട എല്ലാ കരുതലും നടത്തി ഒരേ ദിവസം വീടിൻ്റെ പണി ആരംഭിച്ചു. രണ്ടുപേരും വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും മനോഹരമായ ഭവനം പണിയുക എന്ന ലക്ഷ്യത്തിലാണ് പണികൾ ആരംഭിച്ചത്. എന്നാൽ ഒരുവൻ്റെ പണി വേഗത്തിൽ തീർന്നു. അവൻ വേഗത്തിൽ തൻ്റെ വീട്ടിൽ പ്രവേശിച്ച് അവൻ്റെ താമസം ആരംഭിച്ചു. എന്നാൽ ഈ സമയത്ത് മറ്റേ സ്നേഹിതൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവൻ്റെ പണികളൊന്നുമായിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ചാണ് പണി ആരംഭിച്ചതെങ്കിലും ഒരുവൻ്റെ പണി വേഗത്തിൽ തീരുകയും മറ്റൊരുവൻ്റെ പണി താമസിച്ച് പണി തീരുകയും ചെയ്തു. എന്നാൽ അവർ രണ്ടുപേരും രണ്ട് വീടുകൾ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വലിയ സംഭവം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, വലിയ മഹാമാരി ഉണ്ടായി. ആ മഹാമാരി ഉണ്ടായി ജലം, പ്രളയം വളരെ അതിരൂക്ഷമായി വന്ന് ഈ വീടുകളുടെ മേൽ അടിക്കുകയും ആ വീട്ടിനെ വളരെ ഉലയ്ക്കുകയും ചെയ്തു. കഠിനമായ പ്രകൃതിക്ഷോഭമാണ് അവിടെ ഉണ്ടായത്. ആ ക്ഷോഭത്താൽ അവരുടെ വീടുകളിലേക്ക് വെള്ളം വന്ന് ആഞ്ഞടിച്ചപ്പോൾ ഒരു സ്നേഹിതൻ്റെ വീട് അപ്പാടെ നിലം പറ്റി അവൻ്റെ വീട് അല്പം പോലും അവശേഷിക്കാതെ തകർന്ന് തരിപ്പണമായിപ്പോയി. നാം ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടതുപോലെ കണ്ടതുപോലെ നമ്മുടെ കേരളക്കരയിൽ വയനാട്ടിൽ നടന്ന സംഭവം നമുക്കറിയാം. ഉരുൾപൊട്ടൽ നിമിത്തം വലിയ വലിയ വീടുകൾ തകർന്ന് ഉടഞ്ഞ്
പോയ സംഭവങ്ങൾ നാം വേദനയോടെ കണ്ടതാണ്. ഇവിടെയും സംഭവിച്ചത് അപ്രകാരം. ഈ സ്നേഹിതൻ്റെ വീട് വെള്ളപ്പാച്ചിലിൽ താഴെ വീണു. താൻ അതിലുണ്ടാക്കി വെച്ച സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നഷ്ടമായി. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന സാഹചര്യമുണ്ടായി. അവൻ ആ വെള്ളത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഞാനിങ്ങനെ വിചാരിക്കുന്നു, അവൻ മറ്റേ സഹോദരൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ച് കാണും. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ സംഭവത്തിൽ ഒരു വലിയ പാഠം നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വർഗീയ പ്രവേശനത്തിനായി നാം എല്ലാവരും കരുതേണ്ടവരാണെന്നും ഭാവിയെ നിർദ്ദേശിച്ചുകൊണ്ട് ഭാവിയെ കരുതിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്നും നാം ഓർക്കേണ്ടതാണ്. ഇന്ന് ലോകത്തിലെ ആളുടെ മനോഭാവം എന്ന് പറയുന്നത് തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ എന്ന ഒരു മനോഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് പാപം ചെയ്യുന്നതിലും ദൈവത്തെ മറന്നു ജീവിക്കുന്നതിനും അവന് മടിയില്ല. അവൻ ദൈവത്തെ വിട്ട് വഷളായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ കാരണം ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പില്ലായ്മയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ലായ്മയും ആണ് എന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ രണ്ട് മനുഷ്യർ രണ്ട് വിധത്തിലുള്ള ആളുകളെയാണ് കാണിക്കുന്നത്. വീട് ഉറപ്പാക്കി പണിതവനും ഉറപ്പില്ലാതെ പണിതവനും. ഒരുവൻ്റെ വീട് കാറ്റിലും മഴയിലും തകർന്നു പോകാനുള്ള കാരണം അവൻ്റെ വീടിൻ്റെ പണി എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്ത പണിയായിരുന്നു. നാം ബൈബിളിൽ വായിക്കുന്നത് അവൻ മണലിന്മേലാണ് വീട് പണിതത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, വെറും മണൽ കൂരയിലാണോ അവൻ ആ വീട് പണിത്? അല്ല, മണലിൽ വീട് പണിതു എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ ഉറപ്പ് നോക്കാതെ മുകളിലുള്ള പണികളൊക്കെ വളരെ മോടിയായി ചെയ്ത് അടിസ്ഥാനം ബലപ്പിക്കാതെ അവൻ പണികൾ തുടങ്ങി. അതാണ് അവൻ ചെയ്ത കാര്യം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ അങ്ങനെ പണിയാനുള്ള കാരണം ഈ ഞാൻ മുമ്പ് പറഞ്ഞ ആശയം തന്നെയാണ്. ഇവിടെ വലിയ സ്ഥിരവാസമൊന്നും വേണ്ട, നാളെ ചാകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് താൽക്കാലികമായ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു വീട് മതിയല്ലോ എന്ന ആശയമാണ് അവനെ മണലിന്മേൽ വീട് പണിയാനായി ഇടയാക്കിയത്. മറ്റൊന്ന്, അവൻ അതിനുവേണ്ടി വലിയ പണമൊന്നും ചെലവഴിക്കാൻ തയ്യാറായില്ല. ലാഭക്കച്ചവടം നോക്കി, പെട്ടെന്ന് വളരുവാനുള്ള ഒരു ചിന്ത, വേഗത്തിൽ ധനവാനാകുവാൻ അല്ലെങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി അവൻ ചെയ്തതാണ് അടിസ്ഥാനം നന്നായി ഇടാതെ വീട് പണിത്. അതായത് ഇന്ന് അനേക ആളുകൾ ശരിയായ മാർഗം വിട്ടുപോകുന്ന തെറ്റായ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ കുറുക്ക് വഴിയിലൂടെ ജീവിതം നയിച്ച് മോക്ഷം നേടാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് എത്തിക്കുന്നു. പെട്ടെന്ന് ധനവാനാകുവാൻ വേണ്ടി, പെട്ടെന്ന് വലിയവനാകുവാൻ വേണ്ടി, മറ്റുള്ളവരെ തോൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നു, ഈ പെട്ടെന്ന് വീട് പണിത മനുഷ്യൻ പറയുന്നത്, നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കണ്ടോ, ഞാൻ വീട് പണിതിരിക്കുന്നു, വേഗം തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയിരിക്കാം. ഇവനിങ്ങനെ വീട് പണി തീർന്നപ്പോഴും മറ്റവൻ പണിയുകയാണ്. അവനെക്കുറിച്ച് ലൂക്കോസ് കുറിച്ചിൽ വായിക്കുന്നത്, ആഴെ കുഴിച്ച് വീട് പണിതു. ആഴക്കുഴിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ വീടിനെക്കുറിച്ച് അവനൊരു പ്രതീക്ഷയുണ്ട്. ഈ വീട്ടിൽ എനിക്ക് സ്വൈര്യമായി പാർക്കണം, സ്വസ്ഥമായി പാർക്കണം, കാറ്റും കോളും തിരമാലയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എൻ്റെ വീട് തകർന്നു പോകരുത് എന്ന ആശയത്തിലും ലക്ഷ്യത്തിലും അവൻ്റെ വീട് പണി അവൻ അല്പം കൂടെ കാര്യമായി ചെയ്തു. എന്ന് പറഞ്ഞാൽ മറ്റൊരു ദൃഷ്ടിയിൽ പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല, വളരെ പതുക്കെയാണ് അവൻ പണിതത്. അവൻ ആഴക്കുഴിച്ച്, അവൻ പാറ കാണും വരെ അവൻ കുഴിയെടുത്ത് ആ പാറയിൽ അവൻ അടിസ്ഥാനമിട്ട് പണികൾ ആരംഭിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നു. അതിന് മുകളിൽ അവൻ മനോഹരമായ വീട് പണിതു. അതിന് കാലതാമസം എടുത്തു.
ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ മറ്റേ വീട് പണിതായ ഈ സഹോദരനുണ്ടല്ലോ, സ്നേഹിതൻ, അവൻ പറയുകയാണ്, സഹോദര, എന്തിനാണ് ഇത്ര കഠിന അധ്വാനം, ഇത്രയും പണച്ചെലവ് എന്തിനാണ്, ഇതൊക്കെ വെറുതെയല്ലേ, ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ചെറിയൊരു വീട് പോരായോ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയിരിക്കാം. അവൻ്റെ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും ഇവൻ സഹതപിച്ചുകൊണ്ട് അവനെ നോക്കി അവനോട് പ്രയാസത്തിൽ പറഞ്ഞു കാണാം, ഇതൊക്കെ സംഭവിച്ചു കാണാം. എന്നാൽ ആ മനുഷ്യൻ നിരാശനായില്ല. അവൻ ആഴക്കുഴിച്ച് അടിസ്ഥാനം പാറമേൽ തൊട്ട് ആരംഭിച്ച് ആ പണി അവൻ മുകളിലേക്ക് കൊണ്ടുവന്ന് നല്ല പണികൾ ചെയ്ത് മനോഹരമായ വീട് പണിതപ്പോൾ അവന് സ്വസ്ഥതയും സമാധാനത്തിലും പാർക്കുവാനുള്ള ഉറപ്പവനുണ്ടായി. കാറ്റും കോളും രണ്ടുപേർക്കും വന്നപ്പോൾ ഒരുപോലെയാണ് വന്നത്. ഈ ആദ്യമേ വീട് പണിത് അവൻ്റെ വീട്ടിലേക്കല്ല ആദ്യം കാറ്റ് വന്നത്, രണ്ടുപേരുടെയും വീട് ഒരുപോലെയാണ് കാറ്റടിച്ചത്. എന്നാൽ രണ്ടുപേരുടെയും വീടിന് ഒരുപോലെ കാറ്റടിച്ചപ്പോൾ തകർന്നത് അടിസ്ഥാനമില്ലാത്ത വീടാണ്. ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ നീതിമാനെയും ദുഷ്ടനെയും പാപിയെയും വിശുദ്ധനെയും ഒരുപോലെയാണ് ബാധിക്കുന്നത്. എന്നാൽ കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ വിശ്വാസി തകർന്നു പോകാതെ അവൻ മുന്നോട്ട് ജീവിക്കുന്നതിന് കാരണമെന്ന് ചോദിച്ചാൽ അവന് ഒരു അടിസ്ഥാനമിട്ട പണി അവനുണ്ട്. അവൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ് അവൻ തകർന്നു പോകാതിരിക്കുന്നത്. എന്നാൽ അടിസ്ഥാനമില്ലാത്ത പണിയുമായി മുന്നോട്ട് പോകുന്ന, ലോകത്തിൽ ആശ്രയിക്കുന്ന, ധനത്തിൽ ആശ്രയിക്കുന്ന, സുഖത്തിൽ ആശ്രയിക്കുന്ന, പുറമേ കാണുന്ന മോടിയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് തകർന്നടിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഇന്ന് അനേക ആളുകൾ ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്, ആത്മഹത്യയിലേക്ക് അവൻ വഴി തിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? അവൻ ലക്ഷ്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ അത് ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, വിവിധങ്ങളാകുന്ന നൈരാശ്യങ്ങൾ അവനെ ബാധിക്കുമ്പോൾ അവൻ ജീവിതത്തിൽ തകർന്നവനായിത്തീരുന്നു. മുൻപോട്ടുള്ള വഴി അടയുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കടഭാരം ഉണ്ടാകുമ്പോൾ, സ്വത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ, ജീവിതം വഴിമുട്ടിയെന്ന് ചിന്തിക്കുമ്പോൾ അവൻ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ആത്മഹത്യ. ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ച് ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവൻ്റെ ജീവിതത്തെ അവൻ ഒടുക്കുവാൻ ശ്രമിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനമില്ലാത്ത ഒരു ജീവിതമാണ് അവൻ്റേത്. അവൻ അടിസ്ഥാനപ്പെട്ട ജീവിതമില്ല. എവിടെയാണ് അടിസ്ഥാനം? അടിസ്ഥാനം മറ്റെങ്ങുമല്ല, ദൈവ സന്നിധിയാണ്. കർത്താവായ യേശുക്രിസ്തു ആണ് യഥാർത്ഥ അടിസ്ഥാനം. ആത്മീയ ജീവിതത്തിന്, പ്രത്യാശയ്ക്ക്, ഉറപ്പേറിയ ജീവിതത്തിന് ഒരു അടിസ്ഥാനം വേണമെങ്കിൽ ആ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആകുന്ന അടിസ്ഥാനം. ഇന്നേക്ക് 2000-ലധികം വർഷം മുമ്പായി ഇഹലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കുകയും മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയും ചെയ്യുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു ക്രൂശിൽ ഇട്ടതായ അടിസ്ഥാനം, അതായത് തൻ്റെ ചങ്കിലെ ചോര ചിന്തി വീണ്ടെടുപ്പ് വില കൊടുത്ത് സമ്പൂർണമായും മനുഷ്യൻ്റെ പാപത്തെ പരിഹരിച്ച് അവന് നിത്യമായ രക്ഷ നൽകിക്കൊണ്ട് അടിസ്ഥാനമിട്ട, ക്രൂശിൽ അടിസ്ഥാനമിട്ട, കാർവലിൽ അടിസ്ഥാനമിട്ട യേശുക്രിസ്തു എന്ന ആ അടിസ്ഥാനത്തിന്മേൽ ആത്മീയ ജീവിതം ആരംഭിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവന് നിരാശയുണ്ടാകുകയില്ല. എന്താണ് കാരണം? അവൻ്റെ നിരാശകളെ മാറ്റുവാൻ ദൈവപുത്രനായ യേശുക്രിസ്തു അവനോട് കൂടെയുണ്ട്. അവൻ്റെ വേദനകളെ മാറ്റുവാൻ അവന് സമീപസ്ഥനായിട്ട് യേശുക്രിസ്തു കൊണ്ട്, അവൻ സങ്കടങ്ങളെ മാറ്റുവാൻ അവന് സമീപസ്ഥനായിട്ട് യേശുക്രിസ്തു കൊണ്ട്, അവനുള്ളതൊക്കെ നഷ്ടമായി പോകുമ്പോഴും അവന് സമീപത്തായി യേശുക്രിസ്തു കൊണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുകയുണ്ടായി, അവൻ്റെ സമ്പത്തുകൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു. അവൻ്റെ സമ്പത്തുകൾ, വയലുകളും അവൻ്റെ കൃഷികളും എല്ലാം നശിച്ചു. ആടുമാടുകൾ എല്ലാം നശിച്ചു. ദാസന്മാർ നശിച്ചു. അവനുള്ള സർവ്വസമ്പത്തും നഷ്ടപ്പെട്ടു. മഹാധനവാനായ ആ മനുഷ്യൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അവൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. അവനാകെ ഭാരപ്പെട്ടു, നിരാശനായി പോകുമോ എന്ന് ഭാരപ്പെട്ടു. അപ്പോൾ വീണ്ടും അവന് ഭാരമുണ്ടാകുന്നു. അവന് രോഗിയായി മാറ്റപ്പെടുന്നു. ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞവനായി, അവന് വസ്ത്രം പോലും ധരിക്കാൻ കഴിയാതെ ചാക്കെടുത്തുകൊണ്ട്, രട്ടെടുത്തുകൊണ്ട് അവൻ ചാരത്തിൽ ഇരിക്കുന്ന ആ സ്ഥിതിയിലേക്ക്, എന്ന് പറഞ്ഞാൽ വീട്ടിൽ പാർക്കാതെ വെറും ചാരത്തിൽ പോയി കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അവൻ്റെ ഭാര്യ, അവനെ സ്നേഹിക്കുന്ന അവൻ്റെ ഭാര്യ എന്ന് പറയുണ്ടായി, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ
ചത്തുകളക, ഇത്രയുമൊക്കെ കഷ്ടം അനുഭവിച്ചിട്ടും ഈ ദൈവത്തെ മുറപ്പിടിക്കുന്നെന്ന് ചോദിച്ച് അവനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ അവൻ ദൈവത്തെ കൈവിട്ടില്ല. എന്തുകൊണ്ട്? അവൻ്റെ അടിസ്ഥാനം ദൈവത്തിൽ സമ്പൂർണ്ണമായും ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവൻ തള്ളിപ്പറഞ്ഞില്ല. അവനിങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ദേഹം, എൻ്റെ ദേഹം ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായിട്ട് ഞാൻ എൻ്റെ പ്രിയനെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിച്ചു. അവന് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു പെട്ടിയെപ്പോലെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവളെ തിരുത്തുകയുണ്ടായി. എന്താണ് കാരണം? അവനുള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എല്ലാവരും തള്ളിയപ്പോഴും അവൻ സ്നേഹിതന്മാർ വന്ന് അവനെ വേദനിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയുണ്ടായി. അപ്പോഴും അവൻ പറയുകയുണ്ടായി, എൻ്റെ കർത്താവ് പൊടിവേൾ നിൽക്കുന്നവനാണ്, അവൻ എന്നെ സഹായിക്കുന്നവനാണ്, എന്നെ കൈവിടുകയില്ല, ആദ്യം ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് യഥാർത്ഥ അടിസ്ഥാനമുള്ളവൻ നേരെ നിൽക്കുകയുണ്ടായി. എൻ്റെ സ്നേഹിത, നിനക്കൊരടിസ്ഥാനമുണ്ടോ? നിനക്കൊരടിസ്ഥാനമുണ്ടോ? ഇതുവരെയും അടിസ്ഥാനമില്ലാത്ത ജീവിതമാണ് എങ്കിൽ യേശു ക്രിസ്തു ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നിന്റെ ജീവിതം ആരംഭിച്ചാൽ നിനക്ക് തകർന്നു പോകേണ്ടി വരികയില്ല. നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നം നേരിട്ടാലും അതിനെ അഭിമുഖീകരിക്കുവാൻ നിനക്ക് ദൈവം ശക്തി നൽകും, ബലം നൽകും. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ അവൻ കൈവിടുകയില്ല. തിരമാലകൾ സമമായി പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, കാറ്റും കോളും എന്ന നിലയിൽ നിന്റെ ജീവിതത്തിലേക്ക് ഭാരങ്ങൾ ഏറി വരട്ടെ, മരണകരമായ ആപത്തുകൾ നിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ, അവിടെയെല്ലാം നിന്നെ സഹായിക്കുവാൻ നിനക്ക് വേണ്ടി അടിസ്ഥാനമിട്ട, നിന്നെ ഉറപ്പിച്ച, നിന്നെ വളർത്തുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തുണയാണ്, ഞാൻ നിന്നെ കൂടെയുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് ആ അടിസ്ഥാനം വിട്ടുവൻ പറഞ്ഞിരിക്കുകയാണ്. സ്നേഹിത, ആ അടിസ്ഥാനത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് വരുവാൻ നിനക്ക് തയ്യാറാണോ? നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവായാൽ നീ തകർന്നു പോകുകയില്ല. ഈ രണ്ട് മനുഷ്യർ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഈ ലോകത്തിലെ സുഖങ്ങളും ഈ ലോകത്തിലെ ധനങ്ങളും കുറുക്ക് വഴിയിലൂടെ സമ്പത്ത് സാധിക്കുവാനും കുറുക്കളുടെ കാര്യം സാധിക്കുവാനും നീ ശ്രമിക്കുന്നവനാണെങ്കിൽ നീ തകർന്നു പോകും, ഇല്ലാതെയായി പോകും, ആശ്രയമില്ലാത്തനായി പോകും. എന്നാൽ യഥാർത്ഥ അടിസ്ഥാനമായ ക്രിസ്തുവിലൂടെ നീ ജീവിച്ചാൽ, മുന്നോട്ട് വന്നാൽ നിന്നെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷേ നീ രോഗിയായി തീരുമ്പോൾ നിന്നെ പരിഹസിക്കുന്നവർ നിനക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. നീ കടഭാരത്തിൽ വളഞ്ഞ് ഭാരപ്പെടുമ്പോൾ ഒരുപക്ഷേ നിന്നെ പരിഹസിക്കുന്ന സ്നേഹിതർ ചുറ്റുപാടുമുണ്ടായിരിക്കാം. നിന്നെ ചിലപ്പോൾ ആരും കരുതുവാനില്ലാതെ എല്ലാവരും കൈവിട്ടു എന്ന് വരാം. എന്നാൽ കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, തള്ളിക്കളയാത്തവൻ യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവിലേക്ക് നീ വരികയാണെങ്കിൽ നിന്നെ സഹായിക്കുവാൻ കർത്താവിന് കഴിയും. ഈ രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ നിങ്ങൾ ഒരു മൊബൈലിൻ്റെ സഹായത്തോടെയാണ് ഈ ഗാനങ്ങളും സന്ദേശങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളോടുള്ള വ്യക്തിപരമായ സന്ദേശമാണിത്, നിൻ്റെ ഹൃദയത്തോടുള്ള സന്ദേശമാണിത്. നിൻ്റെ ഹൃദയത്തിൻ്റെ അതേ കോണിൽ, നിൻ്റെ ചെവിയിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നീ പുറകോട്ട് തിരിഞ്ഞു നോക്കുക. നീ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ലോകത്തിലാണോ, സുഖത്തിലാണോ, ദുഃഖത്തിൽ, ഈ ലോകത്തിൻ്റെ അനുഭവത്തിലാണോ, സന്തോഷത്തിലാണോ? എങ്കിൽ നീ തകർന്നു പോകും, തകർന്നടിഞ്ഞു പോകും. കാറ്റും കോളുമാകുന്ന പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ നീ വീണു പോകും. എന്നാൽ അത് വലിയ വീഴ്ചയായിരിക്കും. എന്നാൽ അതിനുപുറമായി നിനക്കുറപ്പ് തന്ന് സ്വസ്ഥമായ ഭവനം നൽകി നിന്നെ സ്വസ്ഥമായി പാർപ്പിക്കുവാൻ, നിത്യമായ വാസത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗത്തിൽ പാർപ്പിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവുണ്ട്. അവനിട്ട അടിസ്ഥാനമായ യേശുക്രിസ്തുവിൽ നീ അഭയം പ്രാപിച്ചാൽ മാത്രം മതി. അതിന് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നിന്റെ ഹൃദയം കർത്താവിനായി വിട്ടുകൊടുക്കുക. സ്നേഹിതേ, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പിതാവേ, നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താൽ നിന്നെ സഹായിക്കുവാൻ, നിന്നെ അവൻ്റെ അടിസ്ഥാനത്തോട് ചേർത്ത് പണിയുവാൻ, നിനക്ക് സ്വസ്ഥത നൽകുവാൻ, നിനക്ക് സമാധാനം നൽകുവാൻ, നിന്നെ കൈവിടാതെ എന്നും ഉപേക്ഷിക്കാതെ കൂടെ ഇരിക്കുവാൻ കഴിയുന്ന സ്നേഹവാനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവ് നിന്റെ സമീപത്തായി നിൽക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുമോ? അവന് മുമ്പാകെ ഒരു വാക്ക് പറയുക, കർത്താവേ, ഞാൻ ഒരു പാപിയാണ്, ഞാൻ ആരുമില്ലാത്തവനാണ്, സഹായമില്ലാത്തവനാണ്, ദുഃഖിതനാണ്, വേദനപ്പെടുന്നവനാണ്, ഞാൻ ജീവിതം മടുത്തവനാണ്, ഇനി എനിക്ക് ജീവിതം വേണ്ടായി നീ ചിന്തിച്ച് ഞാൻ വളരെ ഭാരപ്പെട്ട് കഴിയുന്നതിനാണ്. എന്നാൽ കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. നീ യഥാർത്ഥ ദൈവമാണ്, നീ കർത്താവാണ്, നീ എൻ്റെ രക്ഷിതാവാണ് എന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കർത്താവിലേക്ക് വന്നാൽ ഈ രാത്രിയിൽ സഹോദര, സ്നേഹിത, നിന്നെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. ഇന്നേക്ക് 2000 വർഷം മുമ്പായി കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവൻ, നിനക്ക് വേണ്ടി ചോര ചിന്തിയവൻ, നിനക്ക് വേണ്ടി സകലവും ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് ജീവനെ കൊടുത്ത് രക്ഷിച്ച ആ ദൈവപുത്രൻ ഇന്ന് ജീവിക്കുന്നു.
നിന്റെ ഹൃദയത്തിൽ വന്ന് ആശ്വാസം പകരുവാൻ ആ കർത്താവിന് മനസ്സുണ്ട്. നീ വരുമോ? അവനിലേക്ക് വന്നാൽ അവൻ നിനക്ക് വേണ്ടി കരുതി വെച്ചത് നിനക്ക് ലഭിക്കും. നിന്റെ ഹൃദയം വിട്ടുകൊടുത്താൽ നിനക്കായിട്ട് ദൈവം കരുതിയത് അവൻ നിനക്ക് നൽകാൻ പോകുകയാണ്. നിനക്കായി കരുതുന്നവൻ അവൻ മാത്രമാണ്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെല്ലാം കരുതിയിട്ടുണ്ട്. നിനക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടി അവനെല്ലാം കരുതിയിട്ടുണ്ട്. നിന്റെ സമാധാനത്തിന് വേണ്ടി അവനെല്ലാം കരുതിയിട്ടുണ്ട്. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. വരിക കർത്തഭാഗത്തിൽ വീണ് പാപങ്ങളേറ്റു പറഞ്ഞ് നിന്നെ സ്നേഹിച്ച കർത്താവിനായി ഹൃദയം വിട്ടുകൊടുത്താൽ അവൻ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതി വെച്ചതെല്ലാം ദാനമായി അവൻ നൽകാൻ പോകുകയാണ്. രക്ഷയെ നൽകും, ആത്മാവിനെ നൽകും, അനുഗ്രഹം നൽകും, സ്വസ്ഥത നൽകും, നിത്യജീവൻ നൽകും, സ്വർഗം നൽകും. ആ അനുഭവത്തിൽ വരുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഒരു ഗാനം കൂടെ കേൾക്കാം. എനിക്കായി കരുതുന്നവൻ ആരംഭിക്കുന്ന ഗാനം സഹോദരൻ നവീൻ ജോസഫ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥന കേൾക്കാം. ആ ഗാനം കേൾക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിപ്പാൻ നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുവാനാകട്ടെ. ആമേൻ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. രീതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. രീതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ
ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ നടത്തുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഗാനങ്ങളിലൂടെയും സന്ദേശങ്ങളുടെയും നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ വാക്കിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. വിശേഷാൽ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ എത്തിയ ഞങ്ങളുടെ സഹോദരന്മാരായ നവീൻ ജോസഫ് ചങ്ങനാശ്ശേരി, ബെനറ്റ് ജോൺ കൊട്ടാരക്കര എന്നീ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ തുടർന്നും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീകരിക്കുക സുജിത് സുനിൽ കൊട്ടാരക്കര, ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത സുനിൽ കൊട്ടാരക്കര. പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു, അവരോട് നന്ദി അറിയിക്കുന്നു. തുടർന്നും കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹീതരായി തുടർന്നും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ രാത്രിയിൽ നാം കേട്ട സന്ദേശവും ഗാനവും നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമായി എന്ന് ഞങ്ങൾ കരുതുകയാണ്. ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നവർക്ക് ഒരല്പം ആശ്വാസം ലഭിക്കുക, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു വഴി കാട്ടുക, ക്രിസ്തുവാകുന്ന വഴിയിലേക്ക് അവരെ ആനയിക്കുക. പാപത്തിൻ്റെ അഴുക്കിയാലൂടെ പോകുന്ന ആളുകൾക്ക് അവരെ അതിൽ നിന്ന് വിടുവിച്ച് യഥാർത്ഥ വിശുദ്ധിയായ യഥാർത്ഥ വഴിയായ ക്രിസ്തുവിനെ അവരിലേക്ക് ആനയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ശുശ്രൂഷ ഞങ്ങൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും അത് മാത്രമാണ്. ഞങ്ങൾ കേട്ട ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അത് ആശ്വാസമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ ചേർത്തണയ്ക്കുവാൻ, നിങ്ങളെ സമാധാനിപ്പിക്കുവാൻ
നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരുവാൻ, നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റുവാൻ, ചുമക്കുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവാണ് നല്ല സ്നേഹിതൻ. ലോകത്തിലെ സ്നേഹിതന്മാരൊക്കെ നിങ്ങളെ വിട്ടുകളയും. ലോകത്തിലെ സുഖങ്ങൾ ഇല്ലാതെയായി പോകും. കഷ്ടതയും ഞെരുക്കവും നിങ്ങൾക്കുണ്ടാകും. സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഭാരപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഈ കർത്താവിൽ ആശ്രയിക്കുക. വഴിമുട്ടുമ്പോൾ ആത്മഹത്യ അല്ല അതിന് മരുന്ന്. വഴിമുട്ടുമ്പോൾ യഥാർത്ഥ വഴിയായ കർത്താവിനെ കണ്ടെത്തിയാൽ നിങ്ങൾ ശാശ്വതമായി തീരത്തെത്തിച്ചേരും, സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരും. ആ ദൈവപുത്രൻ നിന്റെ സമീപത്തുണ്ട്. ഈ രാത്രിയിൽ ഈ ഗാനങ്ങൾ കേട്ടപ്പോഴും ഇനിയും ആളുകൾ പലരും കേൾക്കും. നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമായി തീരട്ടെ. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഈ 136ാമത് എപ്പിസോഡും വളരെ അനുഗ്രഹപ്രദമായി പര്യവസാനിക്കുവാൻ അവിടുന്ന് അനുവദിച്ചതിനായ സ്തോത്രം. ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തി കർത്താവെ ഇവിടെയും പ്രവർത്തിച്ചതിനായി സ്തുതിക്കുന്നു. ഗാനങ്ങൾ പാടുവാൻ പ്രിയ സഹോദരന്മാരെ കർത്താവ് ബലപ്പെടുത്തി. ഉപകരണം വായിപ്പാനും ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുവാനും പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തി. കഴിവുകാരായ അനേകരെ കർത്താവ് ഒരുക്കി. ഇനിയും കർത്താവ് പലരും ഈ സന്ദേശവും ഗാനം കേൾക്കും. അവരെല്ലാവരെയും അവർക്ക് സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവർക്ക് വഴികാട്ടിയായിരിക്കണമേ. നീ അവർക്ക് സമാധാനദായനായിരിക്കണമേ. അവിടുന്ന് ആശ്വാസപ്രദനായിരിക്കണമേ. അവിടുന്ന് സന്തോഷം അവർക്ക് നൽകണമേ. ജീവിതത്തിൽ വഴിമുട്ടിയവർക്ക് കർത്താവെ അവരെ കർത്താവെങ്കിലേക്ക് നയിക്കണമേ. ആത്മഹത്യ വക്കിലേക്ക് പോയ പ്രിയപ്പെട്ടവർ ഈ സന്ദേശവും ഗാനവും കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ അവർ മടങ്ങി വരുവാൻ, അവരുടെ മനസ്സിൽ കർത്താവ് വരുവാനും കർത്താവിലേക്ക് മടങ്ങി വരുവാൻ, ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഇവരെ സഹായിക്കണമേ. രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാഠിന്യത്തിൽ ഭാരപ്പെട്ട് നിരാശയിൽ കഴിയുന്നവരെ കർത്താവ് കരം പിടിച്ച് ആശ്വസിപ്പിക്കണമേ. അവിടുന്ന് സ്വാതന്ത്ര്യം അവരുടെ മേലയക്കണമേ. അവിടുന്ന് അവരുടെ കൂടെ ഇരിക്കണമേ. അവരെ തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ കർത്താവെ നീ അവരെ സ്വാതന്ത്ര്യം വെച്ച് അവർക്ക് വിടുതൽ നൽകി ദൈവം ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തൊക്കെ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപേക്ഷിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവ് ഞങ്ങളുടെ സഹോദരൻ അജേഷിൻ്റെ വേദനയായി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ശരീരമായ അസ്വസ്ഥതയെ കർത്താവ് അറിയുന്നു. അവിടെ ദാസനെ ഇവിടെ വരേണ്ടതായിരുന്നു, എന്നാൽ അതിന് കഴിയുന്നില്ല. വേദനയെ പ്രത്യേകം ഓർക്കണമേ. ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോൾ അവിടുത്തെ അതിശയമായ സാന്നിധ്യം അവൻ്റെ അടുത്ത് ചെന്ന് കർത്താവെ അവനെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ ശരീരത്തിൽ അടുന്നതായ പ്രയാസങ്ങൾ, അവൻ്റെ ശരീരത്തിൽ അവൻ ഷുഗർ ഡൗൺ ആകുന്ന സ്ഥിതി, അതെല്ലാം മാറ്റി കർത്താവെ ഈ രാത്രിയിൽ ഇപ്പോൾ തന്നെ അവിടുന്ന് വിടുതൽ നൽപ്പിച്ച് ആ പൈതലിനെ എഴുന്നേൽപ്പിച്ച് ഭവനത്തിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ദാസനെയും കർത്താവ് സഹായിക്കണമേ. അപ്രകാരം വിവിധ നിലയിൽ ഭാരപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അടികളെയും ഈ രാത്രിയിൽ സഹായിച്ചതിനായ സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ഞങ്ങൾ പിരിയട്ടെ. കൃപ കൂടെ ഇരിക്കണമേ. മഹത്വം കർത്താവിന്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ കൂട്ടായ്മയും ശ്വാസം കാവലും നാം എവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകം പാടും കർത്താവിനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും എന്നേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമ്പോഴാകട്ടെ. ആമേൻ.